JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം LD ടൈപ്പിസ്റ്റിന് സിലബസ് വൈസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ക്ലാസ് ആയതിനാൽ ഒരു ക്ലാസ് പോലും മിസ്സാവാതെ കൃത്യമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ LD ടൈപ്പിസ്റ്റിന്റെ ഈ സിലബസ് വൈസ് ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ക്ലാസ്സുകളിലേക്ക് ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാനുണ്ട് എങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ ഈ LD ടൈപ്പിസ്റ്റിന്റെ സിലബസ് വൈസ് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ അവർക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. ഇതൊരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള കമ്പ്യൂട്ടറിന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്. അതിന്റെ പാർട്ട് 2 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പവർ പോയിന്റ് പ്രസന്റേഷന്റെ പാർട്ട് 1 ക്ലാസ്സുകൾ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഓരോ ക്ലാസ്സും കാണുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പവർ പോയിന്റ് പ്രസന്റേഷന്റെ ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൂൾ അലൗസ് യൂസർ ടു സെലക്ട് ഡിഫറെന്റ് layout for slide? Which tool allows user to select different layout for slide? അതായത് ഈ സ്ലൈഡിനായി വ്യത്യസ്ത ലേഔട്ട് തിരഞ്ഞെടുക്കാൻ ഏത് ഉപകരണം ഉപയോക്താവിനെ അനുവദിക്കുന്നു? Which tool allows user to select different layout for slide? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബുള്ളറ്റ്സ്, ഓപ്ഷൻ ബി ന്യൂ സ്ലൈഡ്, ഓപ്ഷൻ സി സ്ലൈഡ് ലേഔട്ട്, ഓപ്ഷൻ ഡി അപ്ലൈ ഡിസൈൻ. ഏതാണ്? വിച്ച് ടൂൾ അലൗസ് യൂസർ ടു സെലക്ട് ഡിഫറെന്റ് ലേഔട്ട് ഫോർ സ്ലൈഡ്? ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, സ്ലൈഡ് ലേഔട്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ, സ്ലൈഡ് ലേഔട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. Which combination of keys are used to create a new presentation? Which combination of keys are used to create a new presentation? അതായത് ഒരു പുതിയ അവതരണം സൃഷ്ടിക്കാൻ ഏത് കീകളുടെ സംയോജനമാണ് ഉപയോഗിക്കുന്നത്? Which combination of keys are used to create a new presentation? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് ഇ, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് എൻ, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് പി, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് ഡബ്ല്യു. വിച്ച് കോമ്പിനേഷൻ ഓഫ് കീസ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് എ ന്യൂ പ്രസന്റേഷൻ? ഓപ്ഷൻ ബി ആണ് ആൻസർ, കൺട്രോൾ പ്ലസ് എൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ, കൺട്രോൾ പ്ലസ് എൻ. അടുത്ത ക്വസ്റ്റ്യൻ. What is the extension name of PowerPoint presentation file? What is the extension name of PowerPoint presentation file? അതായത് പവർ പോയിന്റ് അവതരണ ഫയലിന്റെ വിപുലീകരണ നാമം എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ എക്സ്റ്റൻഷൻ നെയിം ഓഫ് പവർ പോയിന്റ് പ്രസന്റേഷൻ ഫയൽ? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ TXT, ഓപ്ഷൻ ബി XLS, ഓപ്ഷൻ സി PPT, ഓപ്ഷൻ ഡി DOC. ഏതാണ്? വാട്ട് ഈസ് ദ എക്സ്റ്റൻഷൻ നെയിം ഓഫ് പവർ പോയിന്റ് പ്രസന്റേഷൻ ഫയൽ? ഓപ്ഷൻ സി ആണ് ആൻസർ, PPT. അടുത്ത ക്വസ്റ്റ്യൻ. Name the toolbar which the tools for formatting and manipulating drawn objects such as lines, shapes, clip art, drawings, etc. Name the toolbar which the tools for formatting and manipulating drawn objects such as lines, shapes, clip art, drawings, etc. അതായത് വരകള്, ആകൃതികള്, ക്ലിപ്പ് ആർട്ട്, ഡ്രോയിങ് മുതലായവ വരച്ച വസ്തുക്കൾ ഫോർമാറ്റ് ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളുള്ള ടൂൾ ബാറിന് പേര് നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മെനു ടൂൾ ബാർ,
Option B, picture toolbar. Option C, standard toolbar. Option D, formatting toolbar. ഏതാണ്? Name the toolbar which are the tools for formatting and manipulating drawn objects such as lines, shapes, clip art, drawing, etc. ഏതാണ്? Option B ആണ് ആൻസർ. Picture toolbar. Option B ആണ് ആൻസർ. Picture toolbar. അടുത്ത ക്വസ്റ്റ്യൻ. In PowerPoint, the status bar is placed on. In PowerPoint, the status bar is placed on. അതായത് പവർ പോയിന്റില് സ്റ്റാറ്റസ് ബാർ സ്ഥാപിച്ചിരിക്കുന്നതിനെ സംബന്ധിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, എക്സ്ട്രീം ലെഫ്റ്റ് ഓഫ് ദ വിൻഡോ. ഓപ്ഷൻ ബി, എക്സ്ട്രീം ടോപ്പ് ഓഫ് ദ വിൻഡോ. Option C, extreme right of the window. Option D, extreme bottom of the window. എവിടെയാണ്? In PowerPoint, the status bar is placed on extreme bottom of the window. Extreme bottom of the window. Option D ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Name the bar that indicates the user current slide and the screen, number of slides in the whole presentation, indicate the design template currently applied, etc. Name the bar that indicates the user current slide on the screen, number of slides in the whole presentation, indicate the design template currently applied, etc. അതായത് ഉപയോക്താവിനെ സൂചിപ്പിക്കുന്ന ബാറിന് പേര് നൽകുക. അതോടൊപ്പം നിലവിലെ ബ്ലേഡും സ്ക്രീനും മുഴുവൻ അവതരണത്തിലുമുള്ള സ്ലൈഡുകളുടെ എണ്ണം നിലവിൽ പ്രയോഗിച്ച ഡിസൈൻ ടെംപ്ലേറ്റിനെ സൂചിപ്പിക്കുന്നു. അതിനുള്ള പേര് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള സൂചിപ്പിക്കുന്ന ഉപയോക്താവിനെ സൂചിപ്പിക്കുന്ന ബാറിനുള്ള പേര് നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ടൂൾ ബാർ. ഓപ്ഷൻ ബി, സ്ക്രോൾ ബാർ. ഓപ്ഷൻ സി, മെനു ബാർ. ഓപ്ഷൻ ഡി, സ്റ്റാറ്റസ് ബാർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, സ്റ്റാറ്റസ് ബാർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഫംഗ്ഷൻ കീ യു ഇഷ്യൂഡ് ടു റൺ എ PowerPoint presentation? വിച്ച് ഫംഗ്ഷൻ കീ ഇഷ്യൂഡ് ടു റൺ എ PowerPoint presentation? അതായത് പവർ പോയിന്റ് അവതരണം പ്രവർത്തിപ്പിക്കുന്നതിന് നൽകിയ ഫംഗ്ഷൻ കീ. വിച്ച് ഫംഗ്ഷൻ കീ ഇഷ്യൂഡ് ടു റൺ എ PowerPoint presentation? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, F3. ഓപ്ഷൻ ബി, F5. ഓപ്ഷൻ സി, F6. ഓപ്ഷൻ ഡി, F11. ഏതാണ്? വിച്ച് ഫംഗ്ഷൻ കീ ഇഷ്യൂഡ് ടു റൺ എ PowerPoint presentation? ഓപ്ഷൻ ബി ആണ് ആൻസർ, F5. അടുത്ത ക്വസ്റ്റ്യൻ. Name the view that displays the single slide with placeholders for layout elements such as title, bulleted list in PowerPoint. Name the view that displays the single slide with placeholders for layout element such as title, bulleted list in PowerPoint. അതായത് പവർ പോയിന്റിലെ ശീർഷകം ബുള്ളറ്റ് ചെയ്ത ലിസ്റ്റ് പോലുള്ള ലേഔട്ട് ഘടകത്തിനായി പ്ലേസ് ഹോൾഡർമാരുമായി സിംഗിൾ ബ്ലേഡ് പ്രദർശിപ്പിക്കുന്ന കാഴ്ചയ്ക്ക് പേര് നൽകുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, സ്ലൈഡ് വ്യൂ. ഓപ്ഷൻ ബി, ഔട്ട്ലൈൻ വ്യൂ. ഓപ്ഷൻ സി, സ്ലൈഡ് സോർട്ടർ വ്യൂ. ഓപ്ഷൻ ഡി, നോട്ട് പേജ് വ്യൂ. ഏതാണ്? Name the view that displays the single slide with placeholders for layout elements such as title, bulleted list in PowerPoint. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഔട്ട്ലൈൻ വ്യൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഔട്ട്ലൈൻ വ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. Name the view that shows the content of all slides in the presentation. Name the view that shows the contents of all slides in the presentation. അതായത് അവതരണത്തിലെ
എല്ലാ ബ്ലേഡുകളുടെയും ഉള്ളടക്കം കാണിക്കുന്ന കാഴ്ചയ്ക്ക് പേര് നൽകുക. Name the view that shows the contents of all slides in the presentation. Options നോക്കാം. Option A slide viewer, option B outline viewer, option C slide sorter viewer, option D notes page viewer. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, സ്ലൈഡ് സോർട്ടർ വ്യൂവർ. അടുത്ത ക്വസ്റ്റ്യൻ. Which view displays the sequence of the slide presented in miniature size? Which view displays the sequence of the slide presentation in miniature size? അതായത് ബ്ലേഡ് അവതരണത്തിന്റെ ശ്രേണി മിനിയേച്ചർ വലുപ്പത്തിൽ പ്രദർശിപ്പിക്കുന്ന കാഴ്ച ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് വ്യൂ ഡിസ്പ്ലേസ് ദ സീക്വൻസ് ഓഫ് ദ സ്ലൈഡ് പ്രസന്റേഷൻ ഇൻ മിനിയേച്ചർ സൈസ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്ലൈഡ് വ്യൂവർ, ഓപ്ഷൻ ബി ഔട്ട്ലൈൻ വ്യൂവർ, ഓപ്ഷൻ സി സ്ലൈഡ് സോർട്ടർ വ്യൂവർ, ഓപ്ഷൻ ഡി നോട്ട്സ് പേജ് വ്യൂവർ. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, സ്ലൈഡ് സോർട്ടർ വ്യൂവർ. അടുത്ത ക്വസ്റ്റ്യൻ. Which view helps the user to create documentation for the presentation? Which view helps the user to create documentation for the presentation? അതായത് അവതരണത്തിനായി ഡോക്യുമെന്റേഷൻ സൃഷ്ടിക്കാൻ ഉപയോക്താവിനെ സഹായിക്കുന്ന കാഴ്ച ഏതാണ്? Which view helps the user to create documentation for the presentation? Options നോക്കാം. ഓപ്ഷൻ എ സ്ലൈഡ് വ്യൂവർ, ഓപ്ഷൻ ബി ഔട്ട്ലൈൻ വ്യൂവർ, ഓപ്ഷൻ സി സ്ലൈഡ് സോർട്ടർ വ്യൂവർ, ഓപ്ഷൻ ഡി നോട്ട്സ് പേജ് വ്യൂവർ. ഏതാണ്? വിച്ച് വ്യൂ ഹെൽപ്സ് ദ യൂസർ ടു ക്രിയേറ്റ് ഡോക്യുമെന്റേഷൻ ഫോർ ദ പ്രസന്റേഷൻ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, നോട്ട്സ് പേജ് വ്യൂവർ. അടുത്ത ക്വസ്റ്റ്യൻ. Which view displays each slide in an on-screen and also useful for rehearsal of presentation? Which view displays each slide is in an on-screen and also useful for rehearsal of presentation? അതായത് ഏത് കാഴ്ചയാണ് ഓരോ സ്ലൈഡും ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഓൺ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നത് കൂടാതെ അവതരണത്തിന്റെ റിഹേഴ്സലിനും ഉപയോഗപ്രദമാണ്? ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്ലൈഡ് വ്യൂവർ, ഓപ്ഷൻ ബി സ്ലൈഡ് ഷോയർ, ഓപ്ഷൻ സി ഔട്ട്ലൈൻ വ്യൂവർ, ഓപ്ഷൻ ഡി സ്ലൈഡ് സോർട്ടർ വ്യൂവർ. വിച്ച് വ്യൂ ഡിസ്പ്ലേസ് ഈച്ച് സ്ലൈഡ് ഇൻ ആൻ ഓൺ സ്ക്രീൻ ആൻഡ് ഓൾസോ യൂസ്ഫുൾ ഫോർ റിഹേഴ്സൽ ഓഫ് പ്രസന്റേഷൻ? അതായത് ഈ ഏത് കാഴ്ചയാണ് ഓരോ സ്ലൈഡും ഓൺ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നത് കൂടാതെ അവതരണത്തിന്റെ റിഹേഴ്സലിനും ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, സ്ലൈഡ് ഷോ. സ്ലൈഡ് ഷോ. അടുത്ത ക്വസ്റ്റ്യൻ. Which combination of keys are used to create a new slide? Which combination of keys are used to create a new slide? അതായത് ഒരു പുതിയ സ്ലൈഡ് സൃഷ്ടിക്കാൻ ഏത് കീകളുടെ സംയോജനമാണ് ഉപയോഗിക്കുന്നത്? Which combination of keys are used to create a new slide? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് എൻ, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് ഡബ്ല്യു, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് എം, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് വി. ഏതാണ്? വിച്ച് കോമ്പിനേഷൻ ഓഫ് കീസ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് എ ന്യൂ സ്ലൈഡ്? ഓപ്ഷൻ സി ആണ് ആൻസർ, കൺട്രോൾ പ്ലസ് എം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വിസാർഡ് helps us to create a presentation easily? Which wizard helps us to create a presentation easily? അതായത് അവതരണം എളുപ്പത്തിൽ സൃഷ്ടിക്കാൻ ഏത് വിസാർഡ് ഞങ്ങളെ സഹായിക്കുന്നു? Which wizard helps us to create a presentation easily? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജനറൽ ടെംപ്ലേറ്റ്സ്, ഓപ്ഷൻ ബി ബ്ലാങ്ക് പ്രസന്റേഷൻ, ഓപ്ഷൻ സി
ഓട്ടോ കണ്ടന്റ് വിസാർഡ്. ഓപ്ഷൻ ഡി ഫ്രം ഡിസൈൻ ടെംപ്ലേറ്റ്. ഏതാണ്? വിച്ച് വിസാർഡ് ഹെൽപ്സ് us ടു ക്രിയേറ്റ് എ പ്രസന്റേഷൻ ഈസിലി. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഓട്ടോ കണ്ടന്റ് വിസാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഈസ് അവൈലബിൾ ഇൻ ദ ഓട്ടോ കണ്ടന്റ് വിസാർഡ് ഓഫ് പവർ പോയിന്റ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഈസ് അവൈലബിൾ ഇൻ ദ ഓട്ടോ കണ്ടന്റ് വിസാർഡ് ഓഫ് പവർ പോയിന്റ്? അതായത് പവർ പോയിന്റിലെ യാന്ത്രിക ഉള്ളടക്ക വിസാർഡിൽ ഇനി പറയുന്ന ഘട്ടങ്ങളിൽ ഏത് ലഭ്യമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ക്രിയേറ്റ് ടെംപ്ലേറ്റ്. ഓപ്ഷൻ ബി പ്രസന്റേഷൻ സ്റ്റൈല്. ഓപ്ഷൻ ബി സി ബ്ലാങ്ക് പ്രസന്റേഷൻ. ഓപ്ഷൻ ഡി ഓപ്പൺ ആൻഡ് എക്സിസ്റ്റിംഗ് പ്രസന്റേഷൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഈസ് അവൈലബിൾ ഇൻ ദ ഓട്ടോ കണ്ടന്റ് വിസാർഡ് ഓഫ് പവർ പോയിന്റ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പ്രസന്റേഷൻ സ്റ്റൈല്. ഓപ്ഷൻ ബി ആണ് ആൻസർ, പ്രസന്റേഷൻ സ്റ്റൈല്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ബട്ടൺ അവൈലബിൾ ഇൻ പ്രസന്റേഷൻ ടൈപ്പ് സ്റ്റെപ്പ് ഓഫ് ഓട്ടോ കണ്ടന്റ് വിസാർഡ്? വിച്ച് വൺ ഓഫ് ദ ബട്ടൺ അവൈലബിൾ ഇൻ പ്രസന്റേഷൻ ടൈപ്പ് സ്റ്റെപ്പ് ഓഫ് ഓട്ടോ കണ്ടന്റ് വിസാർഡ്? അതായത് യാന്ത്രിക ഉള്ളടക്ക വിസാർഡിന്റെ അവതരണ തരം ഘട്ടത്തിൽ ലഭ്യമായ ബട്ടണുകളിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലഭ്യമായ ബട്ടണുകളിൽ ഏതാണ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ബട്ടൺ അവൈലബിൾ ഇൻ പ്രസന്റേഷൻ ടൈപ്പ് സ്റ്റെപ്പ് ഓഫ് ഓട്ടോ കണ്ടന്റ് വിസാർഡ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എക്സിറ്റ്. ഓപ്ഷൻ ബി സേവ്. ഓപ്ഷൻ സി അബോർട്ട്. ഓപ്ഷൻ ഡി സെയിൽസ് / മാർക്കറ്റിംഗ്. ഏതാണ്? വിച്ച് വൺ ഓഫ് ദ ബട്ടൺ അവൈലബിൾ ഇൻ പ്രസന്റേഷൻ ടൈപ്പ് സ്റ്റെപ്പ് ഓഫ് ഓട്ടോ കണ്ടന്റ് വിസാർഡ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, സെയിൽസ് മാർക്കറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, control plus M is used to insert new. control plus M is used to insert new. അതായത് പുതിയത് ചേർക്കാൻ കൺട്രോൾ പ്ലസ് എം ഉപയോഗിക്കുന്നു. ഏത് പുതിയ ചേർക്കാന്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്ലൈഡ്സ്. ഓപ്ഷൻ ബി ഒബ്ജക്ട്സ്. ഓപ്ഷൻ സി ഇമേജസ്. ഓപ്ഷൻ ഡി പിക്ചേഴ്സ്. കൺട്രോൾ പ്ലസ് എം ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ന്യൂ സ്ലൈഡ്സ്. ഓപ്ഷൻ എ ആണ് ആൻസർ, സ്ലൈഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഹോൾഡർ ഹോൾഡ്സ് ടെക്സ്റ്റ് ടൈറ്റിൽ പിക്ചർ എക്സെട്ര ഇൻ പവർ പോയിന്റ്? വിച്ച് ഹോൾഡർ ഹോൾഡ്സ് ടെക്സ്റ്റ് ടൈറ്റില് പിക്ചർ എക്സെട്ര ഇൻ പവർ പോയിന്റ്? അതായത് ഏത് പോയിന്റില് പവർ പോയിന്റില് വാചകം, ശീർഷകം, ചിത്രം തുടങ്ങിയവ സൂക്ഷിക്കുന്നു. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടെക്സ്റ്റ് ഹോൾഡേഴ്സ്. ഓപ്ഷൻ ബി പ്ലേസ് ഹോൾഡേഴ്സ്. ഓപ്ഷൻ സി പിക്ചർ ഹോൾഡേഴ്സ്. ഓപ്ഷൻ ഡി കണ്ടന്റ് ഹോൾഡേഴ്സ്. വിച്ച് ഹോൾഡർ ഹോൾഡ്സ് ടെക്സ്റ്റ് ടൈറ്റില് പിക്ചർ എക്സെട്ര ഇൻ പവർ പോയിന്റ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പ്ലേസ് ഹോൾഡേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ പവർ പോയിന്റ് resizing the object is done by dragging the dash. In PowerPoint, resizing the object is done by dragging the. അതായത് ഈ പവർ പോയിന്റില് ഈ വലിച്ചിട്ടുകൊണ്ട് ഒബ്ജക്റ്റ് വലിപ്പം മാറ്റുന്നു. അത് എങ്ങനെ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻ പവർ പോയിന്റ് റീസൈസിങ് ദ ഒബ്ജക്റ്റ് ഈസ് ഡൺ ബൈ ഡ്രാഗിങ് ദ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹാൻഡിൽസ്. ഓപ്ഷൻ ബി റൗണ്ട് ഹാൻഡിൽസ്. ഓപ്ഷൻ സി സൈസിങ് ഹാൻഡിൽസ്. ഓപ്ഷൻ ഡി ഷേപ്പിംഗ് ഹാൻഡിൽസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, സൈസിങ് ഹാൻഡിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, name the effect that seems to illuminate an object as if light were being shined on an object in PowerPoint presentation. Name the effect that seems to illuminate an object as if light were being shined on an object in PowerPoint presentation. അതായത് പവർ പോയിന്റ് അവതരണത്തില്
ഒരു വസ്തുവിൽ പ്രകാശം പരത്തുന്നത് പോലെ ഒരു വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതായി തോന്നുന്ന ഇഫക്റ്റിന് പേര് നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടെക്സ്ചർ, ഓപ്ഷൻ ബി പാറ്റേൺ, ഓപ്ഷൻ സി ഗ്രേഡിയന്റ്, ഓപ്ഷൻ ഡി 3D എഫക്റ്റ്. ഏതാണ് 9th എഫക്റ്റ് ദാറ്റ് സീംസ് ടു ഇലുമിനേറ്റ് ആൻ ഒബ്ജക്റ്റ് ആസ് ഇഫ് ലൈറ്റ് വെയർ ബീങ് ഷൈൻഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഇൻ പവർ പോയിന്റ് പ്രസന്റേഷൻ? ഓപ്ഷൻ സി ആണ് ആൻസർ, ഗ്രേഡിയന്റ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.